ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റപ്പോൾ പായസം വെച്ചവർക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത കൂടി. മുൻ ഗതാഗത മന്ത്രിയും പത്തനാപുരം എംഎൽഎയുമായ കെ ബി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയേക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർണായക നീക്കം. ലൈസൻസിലെ പേരിനൊപ്പമുള്ള എംഎൽഎ എന്ന വിശേഷണം നീക്കം ചെയ്യാൻ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. വ്യക്തിയുടെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളിൽ ഉള്ളതുപോലെ തന്നെയായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസിലും പേര് രേഖപ്പെടുത്തേണ്ടത് എന്നാണ് നിയമം. അത്തരത്തിലൊരു നിയമം നിലനിൽക്കെ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഇതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ നിശ്ചിത കാലയളവിലേക്ക് മാത്രമുള്ളതായതിനാൽ അവ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള രേഖകളിൽ ഉൾപ്പെടുത്താറില്ല. സാരഥി സോഫ്റ്റ്വെയർ നിലവിൽ വന്ന 2019 മുൻപാണ് ലൈസൻസിൽ പേരിനൊപ്പം എംഎൽഎ എന്ന് കൂട്ടിച്ചേർത്തത്. നിലവിലെ ലൈസൻസിന് 2028 ജൂലൈ 10 വരെ കാലാവധി ഉണ്ട് എങ്കിലും അദ്ദേഹം അംഗമായിരുന്ന നിയമസഭയുടെ കാലാവധി ഇതിനോടകം അവസാനിച്ചിട്ടുണ്ട്. വിഷയത്തിൽ കൂടുതൽ ഗൗരവകരമായ മറ്റൊരു കണ്ടെത്തൽ കൂടി പുറത്ത്. ഗണേഷ് കുമാർ 18 വയസ്സ് തികയുന്നതിന് മുൻപേ ഡ്രൈവിംഗ് ലൈസൻസ് നേടി എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായത്. ലൈസൻസ് അനുവദിക്കുന്നതിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്നതായി ബോധ്യപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കണം എന്നാണ് നിയമവ്യവസ്ഥ. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി വകുപ്പ് നിയമോപദേശം തേടും. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിന് നോട്ടീസ് നൽകാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. എന്തായാലും ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരുപാട് നേർച്ചയിട്ടിട്ടുണ്ടാവും. ഗണേഷ് കുമാർ ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ, കർശന നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ബുദ്ധിമുട്ടിയ നിയമങ്ങളുണ്ട്. എന്നാൽ ചിലതെല്ലാം നല്ലത് തന്നെയായിരുന്നു. അത് എല്ലാം മോശമാണ് എന്ന് പറയുന്നില്ല. ചിലതെല്ലാം നല്ലത് തന്നെയായിരുന്നു. ചിലതൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില നിയമങ്ങൾ വന്നപ്പോൾ അവര് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. കുറച്ചു കാലം ഒരു ചെറിയ ഒരു പീരീഡിലെങ്കിലും ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മന്ദത അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ ഗണേഷ് കുമാറിനോട് ഒരുപാട് വൈരാഗ്യം ഉള്ളിലുള്ള നിരവധി പേരെ സമൂഹത്തിൽ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ടവർ, ലൈസൻസ് കിട്ടാനുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലർക്കും ഇത് അദ്ദേഹത്തിന്റെ തോൽവി എന്ന് പറയുന്നത് തന്നെ പായസം ഉണ്ടതുപോലെയായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈസൻസ് തെറിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഇതിനുള്ള തീരുമാനങ്ങൾ, നടപടികൾ ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഈ നടപടികളെല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കും. അദ്ദേഹം ലൈസൻസ് ഇല്ലാതെ ഇനി ഒരു വണ്ടിയും അദ്ദേഹത്തിന് റോഡിൽ ഓടിക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് മാറും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.